നമുക്ക് ഈ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ കിട്ടിയിരിക്കുന്ന 4 ടീമുകൾ തോൽക്കാൻ മനസ്സില്ലാത്തവരാണെന്നാണ്. അത് എന്തുകൊണ്ട് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളത് ഫ്രാൻസിനെ ഉദ്ധരിച്ചും സ്പെയിനിനെ ഉദ്ധരിച്ചും ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അർജന്റീനയും ഇംഗ്ലണ്ടിനെയും എന്തുകൊണ്ട് അവർക്ക് തോൽക്കാൻ മനസ്സില്ല അത് നമുക്ക് നോക്കിയോളാം. അർജന്റീനയുടെ ഈ നോക്കൗട്ട് മത്സരങ്ങൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ടീമുകളെ നോക്കുമ്പോൾ കുഞ്ഞൻ രാജ്യങ്ങൾക്കെതിരെയാണ്. അർജന്റീന കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ ചാമ്പ്യന്മാർക്ക് കിട്ടുന്ന നോക്കൗട്ടിലെ ടീമുകൾ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞൻ ടീമുകളായിരുന്നു. റൗണ്ട് ഓഫ് 32 കേപ്പ് വെറുതെ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ടീം കുഞ്ഞൻ ടീം. പക്ഷെ അവർക്കെതിരെ പോലും എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് വരെ പോയിട്ടാണ് ലോക ചാമ്പ്യന്മാർ ജയിച്ചത്. വയർത്ത് ജയിച്ചതാണ്. ഒരു സമയത്ത് സ്കാലോണിയുടെ മുഖത്തും മെസ്സിയുടെ മുഖത്തും ബ്ലഡ് ഉണ്ടായിരുന്നില്ല. കാരണം എന്തേ കാണിക്കണേ, ഒരിക്കലും അർജന്റീന എക്സ്പെക്ട് ചെയ്തിട്ടില്ല കബോവരുടെ ഭാഗത്ത് ഇമാതിരി പെർഫോമൻസ് ഉണ്ടാവുന്നു. അങ്ങനെ അതവർ വേർത്ത് ജയിച്ചതാണ്. അവസാനം ചിരിച്ചത് അർജന്റീന. റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനലിൽ അവർ ഈജിപ്തിനെ നേരിട്ടു. കമ്പാരിറ്റീവ്ലി ഞാനൊക്കെ വിചാരിച്ചത് 3-0 അർജന്റീന ജയിച്ച് കയറും, സിമ്പിളായിട്ട് ജയിച്ചു എന്ന് വിചാരിച്ചത്. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. 75-ാം മിനിറ്റ് വരെ 2-0 പിന്നിലായ അർജന്റീന ഒരു മനോഹരമായ കംബാക്കിലൂടെ 3-2 കളി പിടിച്ചെടുക്കുക ചെയ്തത്. വിവാദങ്ങൾ കുറേ ഉണ്ടായിരുന്നെങ്കിൽ പോലും വയർത്തിട്ട് തന്നെയാണ് അർജന്റീന ജയിച്ചത്. അതിനും അവസാനം അർജന്റീന ചിരിച്ചു. കമ്പാരിറ്റീവ്ലി കുഞ്ഞൻ ടീം. റൗണ്ട് ഓഫ് ഇല്ല, ക്വാർട്ടർ ഫൈനൽ സ്വിറ്റ്സർലൻഡ്. ഒരൊറ്റ റെഡ് കാർഡാണ് ആ മത്സരത്തെ സ്വിറ്റ്സർലൻഡിന് മാറ്റിയത്. പക്ഷേ സ്വിറ്റ്സർലൻഡും അർജന്റീനയും വെച്ച് നോക്കുമ്പോൾ അർജന്റീന ടോപ്പ് ടീം തന്നെയാണ്. സ്വിറ്റ്സർലൻഡ് കുഞ്ഞൻ ടീമാണ്. അത് അവരുടെ കളിയിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. എത്ര അറ്റാക്ക് ചെയ്താലും അത് അർജന്റീൻ ഡിഫൻസിനെ മറികടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അർജന്റീൻ ഡിഫൻസിനെ മറികടന്നു കഴിഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസിനെ മറികടക്കാൻ പറ്റില്ല. ഈ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും കളി കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. സ്വിറ്റ്സർലൻഡ് ടീമിനോടാണ്, നിങ്ങൾക്ക് ഇതിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇവരെ ഒന്നും മറികടന്നൊരു ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു സമനില ഗോൾ അടിച്ചത്. അപ്പോൾ ഒന്ന് സ്വിറ്റ്സർലൻഡ് ടീം ഒന്ന് ഉണർന്നതായിരുന്നു. ആ ഉണർന്നത് ബലൂൺ പൊട്ടിക്കുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ബലൂൺ കാറ്റടിക്കുന്ന ലാഘവത്തോടു കൂടി ആ റെഡ് കാർഡ് കിട്ടിയപ്പോൾ തീർന്നു. ആ ഒറ്റ റെഡ് കാർഡ് കിട്ടിയത് കൊണ്ടാണ് തുടർന്നുള്ള സമയങ്ങളിൽ ആധിപത്യം അർജന്റീനക്ക് കിട്ടിയത്. ഇല്ലാത്ത പക്ഷം ആ ഒരു ഗോൾ സമനില ഗോൾ അടിച്ച റെഡ് കാർഡ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മത്സരഫലം തന്നെ തിരിച്ചായേനെ. ആ റെഡ് കാർഡ് കിട്ടിയോടുകൂടി 10 പേരായിട്ട് ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡ് ചില അവസരങ്ങളൊക്കെ അവർ നേടിയെടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അർജന്റീന കളി മുറുക്കി ജയിച്ചു. അവസാനം അർജന്റീന ചിരിച്ചു. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇംഗ്ലണ്ടിന്. തോൽക്കാൻ മനസ്സില്ല. റൗണ്ട് ഓഫ് 32 അവർ കോങ്കോയായിട്ട് വയർത്ത് ജയിച്ചു, പേടിച്ച് വിറച്ച് ജയിച്ചു. 7-ാം മിനിറ്റിൽ തന്നെ കോങ്കോ അവർ ഞെട്ടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ അടിച്ചു. 75 മിനിറ്റ് വരെ ഗോള് ലീഡ് അവർക്ക് പിടിക്കാൻ പറ്റി കോങ്കോയ്ക്ക്. പിന്നെ സാക്ഷാൽ ഹാരി കെയ്ൻ അവതരിക്കല്ല, സാക്ഷാൽ ഹാരി കെയ്ൻ 2 ഗോളുകളാണ് ഇംഗ്ലണ്ടിനെ രക്ഷക്കെത്തിയത്. അങ്ങനെ അവർ 2-1 കോങ്കോയ്ക്ക് രക്ഷപ്പെട്ടു, ജയിച്ചു. പിന്നെ ഒരു റൗണ്ട് ഓഫ് 16 ഹൈ ആൾട്ടിറ്റ്യൂഡ് മലമുകളിലേക്ക് പോയിട്ടുണ്ടാവും. മെക്സിക്കോക്കെതിരെ കളിക്കാൻ വേണ്ടി റൗണ്ട് ഓഫ് 16 അവർ പോയത് മെക്സിക്കോയിൽ എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൈതാനങ്ങളിൽ ഒന്നാണ് ഞാൻ കേട്ടത്. അവിടെ ഇത്തിരി കഷ്ടപ്പെടും എന്ന് കേട്ടു. അവർ കഷ്ടപ്പെട്ടു. 3-2 ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ ശക്തരായ മെക്സിക്കോയെ അവർ അട്ടിമറിക്കല്ല, മെക്സിക്കോയ്ക്കെതിരെ പണിയെടുത്ത് ജയിച്ചു. അപ്പോൾ അവിടെ കഷ്ടപ്പെട്ട് അവസാനം ഞങ്ങൾ ജയിക്കും തന്നെയാണ് ഇംഗ്ലണ്ട് പറഞ്ഞത്. കോങ്കോക്കെതിരെ അവരെ കഷ്ടപ്പെട്ട് ജയിച്ചു തന്നെയാണ് അവർ. കോങ്കോക്കെതിരെ പേടിച്ച് പറിച്ചു കേട്ടോ. മെക്സിക്കോക്കെതിരെ പേടിച്ചു, പക്ഷെ കഷ്ടപ്പെട്ട അവസാനം ജയിച്ചു. ഇതേ അവസ്ഥ തന്നെയാണ് നോർവേക്കെതിരെ 2-1 ജയിച്ചെങ്കിലും അത് അവസാനം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയിട്ടാണ് ജയിച്ചത്. കളിക്ക് ശേഷം കോച്ചായ ടുഷേൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കളി ഞങ്ങളുടെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മോശമായിട്ടാണ് കളിച്ചത്, റിസൾട്ട് നല്ലതാണ്, പക്ഷേ ഈ കളി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ആശാവഹമായിരുന്നില്ല ഇംഗ്ലണ്ടിൻ്റെ കളി. പക്ഷെ ഇംഗ്ലണ്ട് അതിലും ജയിച്ചു. അങ്ങനെ തോൽക്കാൻ മനസ്സില്ലാത്ത അടുത്ത 2 ടീമുകളാണ് അർജന്റീനയും ഇംഗ്ലണ്ടും. അർജന്റീനയിൽ സാക്ഷാൽ ലയണൽ മെസ്സി അവിടെ ഉണ്ട്. അങ്ങനെ പൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഇംഗ്ലണ്ടിലെ പൂട്ടണമെങ്കിൽ ഹാരി കെയ്നെയും പൂട്ടണം, ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും പൂട്ടണം. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന വർക്ക് റേറ്റ് ഉണ്ട്.
ആ വർക്ക് റേറ്റ് എളുപ്പമുള്ള കാര്യമല്ല. അങ്ങേരുടെ വർക്ക് റേറ്റും പ്രസൻസ് ഓഫ് മൈൻഡും ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരുടെ വർക്ക് റേറ്റും പ്രസൻസ് ഓഫ് മൈൻഡും എളുപ്പമുള്ള കാര്യമില്ല. ആ പ്രസൻസ് ഓഫ് മൈൻഡും വർക്ക് റേറ്റും കാരണമാണ് നോർവേക്കെതിരെ മറികടക്കാൻ പറ്റില്ല. അങ്ങേരെ തന്നെ 2 ഗോൾ അടിച്ചത്. ഈ വേൾഡ് കപ്പിൽ 6 ഗോളും ഒരു അസിസ്റ്റായിട്ട് അങ്ങേര് തിളച്ച് നിൽക്കുകയാണ്. 23 വയസ്സായിട്ടുള്ള തിളച്ച് നിൽക്കുകയാണ് ജൂഡ്. അപ്പം ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ഹാരി കെയ്നും തിളയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ അവർ ജയിച്ചു എന്നായി. പക്ഷേ ഇംഗ്ലണ്ട് സൈഡിൽ നിശബ്ദ കൊലയാളികളായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ആ പേരുകൾക്കൊന്നും ഞാൻ പറഞ്ഞു കേട്ടോ. സാക്ക, ഇതുവരെ സാക്കയുടെ ഒരു നിഴൽ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള സാക്ക ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എൻ്റെ വാക്ക് ഓർത്ത് വെച്ചോ, സാക്ക, ബുക്കായ സാക്ക. ചങ്ങായി ഇതുവരെ ചങ്ങായിയുടെ ഒരു നിഴൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ മികച്ച പെർഫോമൻസ് വരാതിരിക്കുന്നുള്ളൂ. ഇനി അതിനെ പോയിട്ട് ഇനി ഹാരി കെയ്ന് ചൂടുമല്ലിങ്ങനെ പൂട്ടുമ്പോൾ സാക്ക അവിടെ അടിക്കും, കണ്ടോ. പിന്നെ ആൻഡേഴ്സൺ ഉണ്ട് അവരുടെ അണ്ടർറേറ്റഡ് പ്ലെയർ. ആൻഡേഴ്സൺ നോട്ടിംഗ്ഹാമിന് വേണ്ടി കളിക്കുന്നത്. ചങ്ങായി ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ബെസ്റ്റാണ്. ഡെക്ലാൻ റൈസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആർസണലിന് ഈ പ്രീമിയർ ലീഗ് നേടിക്കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത വ്യക്തികളിലാണ് ഡെക്ലാൻ റൈസ്. ഇമാതിരി ടീമുകളൊക്കെ മറികടന്നിട്ട് വേണം അർജന്റീനയ്ക്ക് ജയിക്കാൻ. എളുപ്പമുള്ള കാര്യങ്ങളല്ല. വേൾഡ് കപ്പ് കമ്മിങ് ഹോം എന്നൊക്കെ ഇംഗ്ലണ്ട് ഫാൻസൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ നോർവേക്കുള്ള കളി എത്രത്തോളം ആശാവഹമായിരുന്നു, എത്രത്തോളം അതിനെ സീലടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. എനിവേ തോൽക്കാൻ മനസ്സിലാത്ത 2 ടീമുകൾ. അർജന്റീന നിലയിൽ ഇംഗ്ലണ്ടിനെ പേടിക്കാനുള്ളത് ലയണൽ മെസ്സി, സാക്ഷാൽ ലയണൽ മെസ്സി, പിന്നെ എമിലിയാനോ മാർട്ടിനസും അറിയാവുന്നിട്ട് വേണമല്ലോ പന്തുള്ളി കയറാൻ. ഇത്തിരി ബുദ്ധിമുട്ടാണ്. മെസ്സിനെ പൂട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. ഇംഗ്ലണ്ട് സൈഡിൽ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഈ 2 പേരെ പൂട്ടിക്കാൻ ഒരു ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ അവർ എളുപ്പമുള്ള കാര്യമില്ല. ബാക്കിയുള്ളവർ നമ്മുടെ ഡെക്ലാൻ റൈസ്, ആൻഡേഴ്സൺ, ഇവരും എളുപ്പമുള്ള ആൾക്കാരല്ല മേക്കാൻ. എന്തായാലും കിടില മത്സരം തന്നെയായിരിക്കും. ജയിക്കുന്നവർ ഫൈനലിലേക്ക്, തോക്കുന്നവർ പുറത്ത്. ലോക ചാമ്പ്യന്മാർ ഒരു കൂടി ഫൈനലിലേക്ക് കടക്കുമോ, അതോ 3 ലയൺസ് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് കടക്കുമെന്ന് കണ്ടറിയാം.